5 വർഷത്തെ ഇടവേളയ്ക്ക് രാജ്യം മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ്. 17ാം ലോക്സഭയിലേക്കുള്ള അംഗങ്ങളെ കണ്ടെത്തുന്നതിനായുള്ള പൊതു തിരഞ്ഞെടുപ്പിന്റെ തീയതികൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാനം പുറപ്പെടുവിക്കുന്നതിനായി ഇന്ന് വൈകിട്ട് 5 മണിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതോടെ രാജ്യമാകെ തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വരും. ലോകത്തെ ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്യുന്ന തിരഞ്ഞെടുപ്പാണ് നടത്തേണ്ടത് എന്നതിനാൽ വിപുലമായ ആസൂത്രണവും തയ്യാറെടുപ്പുകളുമാണ് പൊതു തിരഞ്ഞെടുപ്പിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, സിക്കിം, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും. ഇതുകൂടാതെ രാഷ്ട്രപതി ഭരണം നിലവിലുള്ള ജമ്മു കാശ്മീരിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. BJP അധികാരത്തിലിരിക്കുന്ന മഹാരാഷ്ട്രയിലും ഹരിയാനയിലും സർക്കാർ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് നടത്തിയേക്കും എന്ന രീതിയിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായെങ്കിലും ദില്ലിയിൽ BJP പാർലമെന്റ് പാർട്ടി യോഗം ഇരു സംസ്ഥാനങ്ങളിലും 5 വർഷത്തെ അധികാരം പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ മതിയെന്ന ധാരണയിലെത്തിയിരുന്നു. എന്നാൽ കേരളം തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ചുവരെഴുത്തും വോട്ട് തേടലും തുടങ്ങിക്കഴിഞ്ഞു. CPM എല്ലാ സ്ഥാനാർത്ഥികളെയും നിശ്ചയിച്ചപ്പോൾ കോൺഗ്രസും BJPയും സ്ഥാനാർത്ഥി നിർണയ പണിപ്പുരയിലാണ്. തിരുവനന്തപുരം മണ്ഡലമാണ് ഏകദേശം 3 പാർട്ടികളിലെയും സ്ഥാനാർത്ഥികൾ ധാരണയായത്. ശബരിമല വിഷയം ആയുധമാക്കിയാവും കേരളത്തിൽ മുന്നണികൾ വോട്ട് തേടുന്നത്. എന്നാൽ പുൽവാമയും റഫാലുമാകും കേന്ദ്രത്തിനെതിരെ ആയുധമാക്കാൻ പ്രതിപക്ഷം കരുതി വച്ചിരിക്കുന്നത്. എന്തായാലും കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നടക്കാൻ ഇനി കാത്തിരിപ്പിന്റെ എത്ര നാളുകൾ താണ്ടേണ്ടി വരുമെന്ന് കാണാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുനിൽ അറോറയാണ് തിരഞ്ഞെടുപ്പിന്റെ വിവരങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുക. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതിയും ഇന്ന് പ്രഖ്യാപിക്കാനാണ് സാധ്യത. 7 or 8 ഘട്ടങ്ങളിലായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടത്താനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചതെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നത്. രാജ്യത്ത് 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ 10 ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. നിലവിൽ ലോക്സഭയുടെ കാലാവധി ജൂൺ 3-ന് അവസാനിക്കും. കാശ്മീരിൽ തിരഞ്ഞെടുപ്പിന് പറ്റിയ സാഹചര്യമാണോ നിലനിൽക്കുന്നത് കമ്മീഷൻ അന്വേഷണം നടത്തിയിരുന്നു. നിയമസഭ പിരിച്ചുവിട്ടാൽ 6 മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം. ഇതുപ്രകാരം ജമ്മു കാശ്മീരിൽ നിയമസഭ പിരിച്ചുവിട്ട കണക്ക് പ്രകാരം മെയ്യോടെ ഈ കാലാവധി തീരും. അതുകൊണ്ട് തന്നെ ലോക്സഭയോടൊപ്പം തന്നെ നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2014 ഏപ്രിൽ 7 മുതൽ മെയ് 12 വരെയുള്ള കാലയളവിൽ 9 ഘട്ടങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. മെയ് 16-നായിരുന്നു വോട്ടെണ്ണൽ. എല്ലാ നടപടിക്രമങ്ങളും അവസാനിക്കാൻ 72 ദിവസമാണ് എടുത്തത്. 2009-ൽ ഇതിനായി 75 ദിവസവും എടുത്തു.